ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെർച്ചീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലതരം ഓർക്കിഡ് വെറൈറ്റീസ് ഇന്ന് നമുക്ക് നഴ്സറികളിൽ ലഭ്യമാണ്. ആകർഷണീയമായ നിറവും കൂടുതൽ കാലം നിലനിൽക്കുന്ന പൂക്കളും ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ലവണ്ണം കെയർ ചെയ്താൽ ഓർക്കിഡുകളിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് മൊക്കാറ എന്ന വെറൈറ്റിയിൽപ്പെട്ട ഓർക്കിഡ് ചെടിയാണ്. നന്നായി പൂക്കൾ തരുകയും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യുന്ന പൂക്കളാണ് മൊക്കാറയുടേത്. അപ്പോൾ സാധാരണ ഓർക്കിഡിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പരിചരണങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് വലിയ കെയർ ഇല്ലാതെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ മൊക്കാറ ഓർക്കിഡിൽ. ഇപ്പം നമ്മളിത് പോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന മൊക്കാറ ഓർക്കിഡ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ നമ്മൾ പോട്ട് ചെയ്യാൻ പോകുന്നത് കരിക്കട്ടയും ഒടുങ്കഷ്ണം മാത്രവും ചേർത്തിട്ടാണ്. നമ്മൾ ഇതിനകത്ത് ചകിരി ചേർക്കുന്നില്ല. ചകിരി നമ്മൾ ചേർക്കാത്തതിന് കാരണം ചകിരി ചേർക്കുന്തോറും ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചകിരി ചേർക്കാതെയാണ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓടിൻ്റെ കഷ്ണം, കരിക്കട്ട ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മളിത് പോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വാൻഡാസ് വെറൈറ്റി. ഈ വാൻഡയും മുക്കാറ പോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ്. ഈ വാൻഡ നമുക്ക് മൊക്കാറ പോട്ട് ചെയ്യുന്ന കൂട്ടൊന്നും പോട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ പറ്റും. ഇത് നമ്മൾ ഹാങ് ചെയ്തിട്ടിരുന്ന ഒരു മൊക്കാറ ചെടിയാണ്. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചെടി ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് മഴമറയിലാണ്. അപ്പം മഴമറയിലെ വെയിലും കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ 2 നേരം ഇതിന് നനച്ചു കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ വേരുകളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. ഇതാ അടുത്ത് നിൽക്കുന്നത് നല്ല മണമുള്ള ഒരു വാൻഡയാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവറിന് അല്പം വലിപ്പക്കുറവുണ്ടെന്നുണ്ടെങ്കിലും നല്ല മണമുള്ള ഒരു വാൻഡയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ മൊക്കാറ ചെടിയും പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഞാൻ ഹാങ്ങിങ് ആയിട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത്, ഒന്നും ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. എന്നിട്ട് തന്നെ ആ മൊക്കാറ ചെടിയൊക്കെ വളരെ നന്നായിട്ട് അതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൊക്കാറ ചെടിക്കും ഇതിൻ്റെയും കെയറിങ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് എല്ലാ ആഴ്ചയിലും ഞാനിത് പിന്നെ 19 തളിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഗോമൂത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഗോമൂത്രം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 1 ഗ്ലാസ് ഗോമൂത്രം എടുക്കുന്നെങ്കിൽ ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും അതിൽ ചേർത്തിട്ട് മാത്രമേ നമുക്ക് ഈ ചെടിക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടി ചിലപ്പം നശിച്ചു പോകാൻ ഗോമൂത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ്. മൊക്കാറ ഓർക്കിഡിനായാലും ഡെൻഡ്രോബിയത്തിനായാലും അതേപോലെ വാൻഡയ്ക്കായാലും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് ഗോമൂത്രം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു വളമാണ് പിണ്ണാക്ക്. പിണ്ണാക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കപ്പലണ്ടി പിണ്ണാക്ക്, അല്പം വേപ്പും പിണ്ണാക്ക്, അല്പം ചാണകം, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ട് പുളിപ്പിച്ച ശേഷം 1 ഗ്ലാസ് എടുത്ത് അതും 10 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം മഴക്കാലത്ത് നമ്മളെപ്പോഴും രാസവളം കൊടുക്കുന്നതായിരിക്കും നല്ലത്. വേനൽക്കാലത്ത് നമുക്ക് ഈ സ്ലെറിയും ഗോമൂത്രമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ മാൻഡയുടെ വേര് കണ്ടോ, എന്ത് ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി. അതെല്ലാം നല്ല രീതിയിൽ വേര് പടലങ്ങളൊക്കെ വ്യാപിച്ചിട്ട് മാൻഡ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. നേരത്തെ ഫ്ലവർ ചെയ്ത തണ്ടുകൾ നമ്മൾ മാറ്റി കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ തവണ മാറ്റി കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണുന്നതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാലേ പെട്ടെന്ന് അടുത്ത പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഒരു പൂ കഴിയുമ്പോൾ തന്നെ അടുത്ത മൊട്ട് ഇതിനകത്ത് വന്നിരിക്കും. അപ്പം നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് പൂക്കൾ തരുന്ന വാൻഡയാണ് ഇപ്പം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ എന്ത് നല്ല ഭംഗിയായിട്ടുള്ള കളറാണെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ തന്നെ നല്ലൊരു മഞ്ഞ കളറിലെ ഒരു മിനിയേച്ചർ വാൻഡയും അതിൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വേര് പടലങ്ങൾ വളരെ ശക്തവുമാണ്. അത് കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ വാൻഡ ഓർക്കിഡ് കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വാൻഡ കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഈ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കും. ചില പൂക്കൾ ഇങ്ങനെ 3 മാസം വരെയൊക്കെ കാണും കേട്ടോ. ഇത് കണ്ടോ, ഇതും നല്ലൊരു വെറൈറ്റി വാൻഡയാണ്. അപ്പോൾ ഇതിനകത്തും നല്ല രസമുണ്ട് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. ഇതും കുറേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതും കണ്ടോ, ഇതിൻ്റെ ഒരു വലിയ ടൈപ്പ് പൂവാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറിൽ നല്ല വലിപ്പമുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്നതെല്ലാം ഒരുവിധം വലിയ പൂക്കളാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ മിനിയേച്ചർ ഉള്ളത്.